അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പം ഞാൻ ഒരു ചെറിയ ഈദ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചെറിയ ഈദിൻ്റെ വ്ളോഗായിട്ട്. 29ാമത്തെ നോമ്പ് തുറക്കൽ കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇക്ക വിളിച്ചിട്ട് പറഞ്ഞു മാസം കണ്ടിരിക്കണു, പെരുന്നാളാണെന്ന്. അപ്പോൾ തന്നെ ഞാൻ മുകളിലോട്ട് കയറി. അപ്പോൾ അവരുടെ കലാപരിപാടികളാണ് ഇപ്പോൾ കണ്ടത്. ഈദ് മുബാറക്ക് എന്നൊക്കെ അവൻ എഴുതി വീട്ടിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ എന്തൊക്കെയാണ് നാളെ ഫുഡ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിച്ച് താഴോട്ട് വന്നു. അപ്പോൾ ഞാൻ നാളേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ തൊലിച്ച് വെക്കുകയാണ്. ഇക്കാക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഒരു 10:30 ആകുമ്പോഴാണ് ഇക്ക വരുള്ളൂ. അപ്പോൾ ഇക്ക വരുമ്പോഴേക്കും ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പുറത്ത് പോയി 1-2 സാധനങ്ങൾ മേടിക്കാണ്ട്. അങ്ങനെ ഇക്ക വന്നു, ഞങ്ങളെല്ലാവരും പുറത്ത് പോവുകയാണ്. എനിക്ക് പുഡിങ് ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. ഞാൻ നാളെ പ്രിപ്പയർ ചെയ്യണത് ഒരു പുഡിങ്ങും പിന്നെ ബീഫ് റോസ്റ്റും തേങ്ങാച്ചോറുമാണ്. സോ അതിൻ്റെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യം അൻസാർ ഗാലറിക്കാണ് പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. നിൽക്കാൻ കാല് കുത്താൻ സ്ഥലമല്ല. ഈദിൻ്റെ തലേ ദിവസം ആയതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര തിരക്ക്. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് നമ്മുടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്ന് അവിടെ അത്ര തിരക്കുണ്ടാകുന്നില്ല. അപ്പോൾ വേഗം വേണ്ട സാധനങ്ങളെടുത്ത് വേഗം ബില്ല് ചെയ്ത് വീട്ടിലോട്ട് പോന്നു. അപ്പം തന്നെ ഒരു 12 മണി ആവാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു, മോനെ ഉറക്കി. എന്നിട്ട് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബട്ടർ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പി കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ ചൈന ഗ്രാസ് ഉണ്ടായിരുന്നു, അത് വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ പാലൊഴിച്ചു, അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു, കുറച്ച് പഞ്ചസാര ഇട്ടു, നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള കുറച്ച് പഞ്ചസാര ഇട്ടു. എന്നിട്ട് അതെല്ലാം കൂടി ഞാൻ സ്റ്റൗവിൽ ചൂടാക്കാൻ വെച്ചു. ചൂടായി വരുമ്പോൾ ബട്ടറൊക്കെ മെൽട്ടായി വന്നു. അതിന് ശേഷം കുതിർത്തി വെച്ചിരുന്ന ചൈന ഗ്രാസ് അതിലോട്ട് ഇട്ടു. ചൈന ഗ്രാസ് ഒന്ന് ചെറുതായിട്ട് മെൽട്ടായി വരുമ്പോൾ ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് മിക്സ് അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്തു. ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, 1 ലിറ്റർ പാലായതുകൊണ്ട് ഒരു 5 പീസ് ബ്രെഡ് സ്ലൈസസ് മുറിച്ച് അതിലോട്ട് ഇട്ട് കൊടുത്തു. അതും ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് ഇത് ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ചൂടാറാൻ വെക്കുക. ചൂടാറി കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അടിച്ചതിന് ശേഷം നമുക്ക് ഏതിലാണോ സെർവ് ചെയ്യണത് അതിലോട്ട് ഒഴിച്ച് സെറ്റാക്കാൻ വെക്കുക. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കിനും അതൊന്ന് സെറ്റായി വരും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ നട്ട്സ് പൗഡറാണ് ചേർത്തിക്കുന്നത്. അങ്ങനെ പുഡിങ്ങൊക്കെ സെറ്റായി ഞാനത് ഫ്രിഡ്ജിലോട്ട് വെച്ചു. അപ്പോൾ തന്നെ ഒരു 2:30 ആയിട്ടുണ്ട്. നോമ്പിന് അത്താഴം കഴിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു നെയിൽ കോൺ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതെടുത്തിട്ട് മുന്നേ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ട ഒരു ഡിസൈനായിരുന്നു ഇത്. ഇതൊന്ന് കയ്യിലിട്ട് നോക്കി. പിന്നെ കിടന്നുറങ്ങി. രാവിലെ ആയപ്പോൾ മെഹന്തിയൊക്കെ എത്ര ഷോത്തുണ്ടാകുന്നുള്ളൂ, നെയിൽ കോണല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം പിന്നെ നമ്മൾ ബീഫ് റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിന് ശേഷം പിന്നെ ഞാൻ ഉണ്ടാക്കേണ്ടത് തേങ്ങാച്ചോറാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ യൂട്യൂബ് വീഡിയോസ് കുറേ കണ്ടു. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, 2.5 ഗ്ലാസ് വെള്ളം എന്നൊക്കെ. എൻ്റെ ഉമ്മാനെ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇതൊരു കൈക്കണക്കാണ്, ഈ കയ്യിൻ്റെ പാദം തുടങ്ങണതിൻ്റെ ഫസ്റ്റ് ലൈന് വരെ വെള്ളം നിൽക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് അളന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെള്ളമൊക്കെ അളന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇത് ഈ കുക്കറിൽ നടക്കൂല എന്ന്. 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2 കുക്കറിലോട്ട് ഒന്നിലോട്ട് 1 ഗ്ലാസ് ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് പിന്നെ മിക്സ് ചെയ്യാൻ തുടങ്ങുകയാണ്. തേങ്ങ ഇട്ടു, ഉപ്പ് ഇട്ടു, ഉലുവ ഇട്ടു, പിന്നെ ചെറിയുള്ളി ഇട്ടു. എന്നിട്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ നേരത്തെ അളന്ന വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ 1 വിസിൽ വന്നു കഴിഞ്ഞാൽ തേങ്ങാച്ചോറ് റെഡിയായി. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഞാൻ ഐസുമോനെ എണീപ്പിച്ചിട്ട് കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവന് രാവിലെ പള്ളിയിൽ പോയിണ്ടായിരുന്നില്ല, കാരണം ഇവിടെ ഒരു 5:45 നിസ്കാരം. അപ്പോൾ ഇക്കൊക്കെ ഒരു 5 മണി എണീച്ചിട്ട് 5:30 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് പോയിണ്ടായിരുന്നു.
അപ്പോൾ ആ ടൈമിൽ അവനെ എണീപ്പിച്ചില്ല. പിന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളുടെ എല്ലാം കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അവനെ എണീച്ചു, അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരനായിട്ട് അവന് 1-2 ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ പുറത്ത് പോയിട്ട്. എന്നിട്ട് പിന്നെ നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ച പുഡിങ്ങിൽ നിന്ന് കുറച്ച് നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ്, അവർക്ക് കൊടുത്തു. അങ്ങനെ 12 മണിയായപ്പോൾ ഇക്കത ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുകയാണ്. ഇക്കക്ക് ലീവ് ഒന്നുമില്ല ഡ്യൂട്ടിക്ക്, ഇതിൻ്റെ അന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പെരുന്നാൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, അതോടെ കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ മുകളിലോട്ട് കയറി ഫുഡൊക്കെ എടുത്ത് മുകളിലോട്ട് പോയി. അവിടെ പിന്നെ നമ്മുടെ വേറൊരു ഫ്രണ്ടും ഫാമിലിയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമ്മൾ മുകളിലോട്ട് കയറിയപ്പോഴേക്കിനും. അങ്ങനെ അവന് പെരുന്നാൾ പൈസയൊക്കെ കിട്ടി. ഇതും നല്ല ഹാപ്പി ആയിരുന്നു പെരുന്നാളായിട്ട്, കാരണം അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവൻ നല്ല കളിയായിരുന്നു. ഇതാണ് റിഫക്കുട്ടി, ഇതാണ് ഐസ്മോൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ഞാൻ എൻ്റെ തേങ്ങാച്ചോറും ബീഫും പിന്നെ ബാബയുടെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാവും. ഇതെൻ്റെ പുഡിങ് കഴിച്ചതിൻ്റെ റിവ്യൂ ആണ് നിങ്ങളിപ്പോൾ കേട്ടത്. അങ്ങനെ പിന്നെ നമ്മൾ സംസാരിക്കലൊക്കെ കഴിഞ്ഞ് അവർ അങ്ങനെ പോയി. അങ്ങനെ രാത്രി ഒരു 10:30 ആയപ്പോൾ ഇക്ക വന്നപ്പോൾ കൊണ്ടുവന്നാണ് മൾബറി. ഇതെനിക്കും ഐസ്മോൻക്കും ഭയങ്കര ഇഷ്ടമാണ്, ഇക്ക ഡ്യൂട്ടി ചെയ്യുന്നിടത്തുള്ളതാണിത്. അങ്ങനെ പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞ് 3-ാം തീയതി ആയപ്പോഴാണ് പിന്നെ ഞങ്ങൾ ഈദിന് ഒന്ന് പുറത്ത് പോണത്. അത്രയും ദിവസം ഇക്കാക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ആയിരുന്നു, പ്രത്യേകിച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ 3-ാം തീയതി, അതായത് ഇന്നലെ, ഒരു സ്കൈ ഫെസ്റ്റിവൽ ഉണ്ട് ലുസൈലിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ചെറുതായിട്ട് 1-2 ജെറ്റുകളൊക്കെ കണ്ടു അവിടെ. അപ്പോൾ ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു തോന്നുന്നു. നമ്മളവിടെ എത്തുന്നതും അത് കഴിഞ്ഞതും ഒരുമിച്ചായിരുന്നു. അങ്ങനെ അവിടെ എത്തി. അവിടെ വേറെയും കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, മ്യൂസിക് ബാൻഡ് ഷോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. ഇനിയുള്ളത് ഞാൻ വോയിസ് കൊടുക്കുന്നില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ട്.
അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു, ഫുഡ് കഴിച്ചു, ഇത്രയൊക്കെ തന്നെ. അങ്ങനെ ഡേ അവസാനിപ്പിച്ചു. അപ്പോൾ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ശരി, വേറെ വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.